യുഎഇയിൽ വധശിക്ഷയ്ക്ക് വിധേയനായ തലശ്ശേരി സ്വദേശി മുഹമ്മദ് റിനാഷിന്റെ മൃതദേഹം സംസ്കരിച്ചു എന്ന വിവരവും വരുന്നുണ്ട്. അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു മതാചാര പ്രകാരമുള്ള സംസ്കാര ചടങ്ങ്. വധശിക്ഷയ്ക്ക് വിധേയനായ മുരളീധരൻ പി.വിയുടെ മൃതദേഹം സംസ്കരിച്ചിട്ടില്ല. ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ശരത് ലാലാണ് നമുക്കിപ്പം ചേരുന്നത്. ശരത്ത്, യുഎഇ പൗരനെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു വധശിക്ഷ നടപ്പാക്കിയത്. മൃതദേഹം സംസ്കരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. സേതുലക്ഷ്മി, ഇന്നലെ വൈകിട്ടോടാണ്, കാരണം ഇന്ത്യൻ സമയം രാത്രി 10 മണിയോടുകൂടിയാണ് തലശ്ശേരി സ്വദേശി മുഹമ്മദ് റിനാഷിന്റെ മൃതദേഹം സംസ്കരിച്ചത്. അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാരം. ഇസ്ലാം മതാചാര പ്രകാരമുള്ള സംസ്കാരമാണ് നടത്തിയെന്നാണ് അബുദാബിയിലെ ഇന്ത്യൻ എംബസി നമ്മെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റൊരു വധശിക്ഷയ്ക്ക് വിധേയപ്പെട്ട മറ്റൊരു മലയാളിയ പി.വി. മുരളീധരന്റെ മൃതദേഹം സംസ്കരിച്ചിട്ടില്ല. അടുത്ത ബന്ധുക്കൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ്. അതിനുവേണ്ടി ഇന്ത്യൻ എംബസി കാത്തിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ബന്ധുക്കൾ എത്തിയിട്ടില്ലെങ്കിൽ അടുത്ത 48 മണിക്കൂറിനും അതിനുശേഷം മറവ് ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ എംബസിയിൽ നിന്നും വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഏതായാലും ഇന്ത്യൻ പൗരനെ കൊന്നതിന്റെ പേരിലാണ് മുരളീധരന് വധശിക്ഷ ലഭിച്ചത്. അതാവട്ടെ തലശ്ശേരി സ്വദേശിയായ മുഹമ്മദ് റിനാഷിനെ അബുദാബി പൗരനെ കൊന്നതിനാണ് വധശിക്ഷ ലഭിച്ചത്. ഇത് സംബന്ധിച്ച എല്ലാവിധ നിയമസഹായങ്ങളും രണ്ടുപേർക്കും നൽകിയിരുന്നു എന്നായിരുന്നു ഇന്ത്യൻ എംബസി പറഞ്ഞിരുന്നത്. ഇപ്പോൾ തന്നെ ഇത് സംബന്ധിച്ച മുഹമ്മദ് റിയാസിന്റെ സംസ്കാര ചടങ്ങിൽ ഇന്ത്യൻ എംബസിയുടെ സാന്നിധ്യമുണ്ടായിരുന്നെന്നും വിദേശ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്.